അങ്ങനെ ഞങ്ങൾ അഗസ്ത്യമല കയറാനായി പോവാട്ടോ. ബോണക്കാട് ഫോറസ്റ്റ് പിക്കറ്റ് സ്റ്റേഷനിൽ നമ്മൾ പ്രൊസീജിയേഴ്സൊക്കെ കഴിഞ്ഞ് ബാഗിൽ പ്ലാസ്റ്റിക് ഉണ്ടോ എന്നുള്ളതെല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം ഞങ്ങൾക്കൊരു ഗൈഡിനെ അസൈൻ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. രത്നസ്വാമിയാണ്. ഒരു ഗൈഡിന് 10 ആൾ വീതമാണ് അസൈൻ ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ അഗസ്ത്യമല കയറാനായിട്ട് പോവുകയാണ്. 10 വർഷത്തിന് മേലുള്ള ഫ്രണ്ട്ഷിപ്പാട്ടോ ഞങ്ങളുടേത്. സുഭശ്രീ, നിരുപമ, അർജുൻ, ആൽവിൻ, ഞങ്ങളെല്ലാവരും കൂടി ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അർജുൻ്റെ നേതൃത്വത്തിലാണ് ഈ ട്രിപ്പ് ഫുള്ള് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഭയങ്കര എക്സൈറ്റ്മെൻറ്റിൽ ഞങ്ങളെല്ലാവരും കൂടെ അങ്ങനെ അഗസ്ത്യമല കയറാനായിട്ട് പോവാണ്. കയറുമ്പോൾ ഞങ്ങൾ 5 ആളും കൂടെ ഒരുമിച്ചാണ് സ്റ്റാർട്ട് ചെയ്തതെന്നുണ്ടെങ്കിലും കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ കുറച്ച് സ്പീഡൊക്കെ കൂടി ഒറ്റയ്ക്ക് തന്നെ ഇങ്ങനെ ട്രക്ക് ചെയ്യാനായിട്ട് തുടങ്ങി കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ആ ഒറ്റയ്ക്ക് നടക്കുന്നതും ഞാനും കാടും പിന്നെ ആ സൈലൻസും വാട്ടർഫോൾസും ഇതെല്ലാം കൂടെ ഉള്ള ഫീൽ എനിക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ ഒറ്റയ്ക്ക് മുന്നോട്ട് പോകാൻ തുടങ്ങി. പിന്നെ പുതിയ ഏതെങ്കിലും ടീമിനെ കാണും, അപ്പോൾ അവരുടെ കൂടെ കുറച്ച് പോകും. ഗൈഡുകൾ എപ്പോഴും കുറച്ചൊരു ഡിസ്റ്റൻസിലുണ്ട് എന്നുള്ളത് ഞാൻ ശ്രദ്ധിക്കും സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്. ഈ ഒറ്റയ്ക്കുള്ള ഫീല് ഭയങ്കര എക്സൈറ്റിങ് ചെയ്യാനും. അപ്പോൾ ക്യാമറ ഞാൻ എവിടെയെങ്കിലുമൊക്കെ വെച്ചിട്ട് ഞാൻ കുറച്ച് നടക്കും, എന്നിട്ട് അങ്ങനെയൊക്കെ വീഡിയോ എടുക്കുകയാണ് കേട്ടോ. കാരണം എനിക്കൊരു നല്ല വീഡിയോസും കിട്ടണം, നല്ല മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്യാൻ എനിക്ക് വീഡിയോസും വേണം എന്നുള്ളതുണ്ടായിരുന്നു. ഒറ്റയ്ക്ക് ഇങ്ങനെ ട്രക്ക് ചെയ്ത് വരുന്നതുകൊണ്ട് എൻ്റെ ഗൈഡുകൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് സംഭവിച്ചൊരു കാര്യമുണ്ട്. ഈ പുല്ലുകൂടെ വഴി ഉണ്ടാക്കിയാട്ടോ ഞങ്ങൾ വരുന്നത്. ഞങ്ങളിങ്ങനെ ട്രക്ക് ചെയ്ത് ഞാൻ ഒരു പുതിയ ടീമിൻ്റെ കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് മുന്നിൽ നിന്ന് കുറേ ആൾക്കാർ ഓടി വരുന്നത് കണ്ട്, ആ സമയത്ത് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ, കുറേ ആൾക്കാർ ഓടി വരുന്നത് കണ്ട് അങ്ങനെ ഞങ്ങൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ ഓരോ പിന്നാലെ തേനീച്ച പടായിട്ട് വരുന്നുണ്ട്. ഞങ്ങളെല്ലാവരും ഒരു സൈഡിലേക്ക് നിന്ന്, മുഖ സംരക്ഷകണമല്ലോ, ഞാൻ എൻ്റെ തട്ടം കൊണ്ട് മുഖമൊക്കെ മറച്ചിട്ടിട്ട് ഒരു സൈഡിൽ അനങ്ങാതെ ഇങ്ങനെ നിന്ന്. പിന്നെ തട്ടത്തിൻ്റെ മേലെ ഇങ്ങനെ തേനീച്ച ചുറ്റി കളിക്കുന്നുണ്ട്. പിന്നെ കുറേ നേരം അനങ്ങാതെ നിന്ന് പിന്നെ അത് മെല്ലെ പോയതിന് ശേഷം ഞങ്ങൾ റൂട്ട് തിരിച്ച് വിട്ടതാണ് ഈ പുല്ലിൻ്റെ ഇടയിൽ കൂടെ ഉള്ളത്. അവിടുന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും മഴയും പെയ്ത്. അങ്ങനെ ഞങ്ങൾ റെയിൻ കോട്ടൊക്കെ ഇട്ടിട്ട് പേടിച്ചാട്ടം നടക്കണത്. കാരണം കുറേ ആൾക്കാരെ തേനീച്ച ഫുള്ള് കുത്തിയിട്ട് പൊതിഞ്ഞ് കിടക്കുക. എന്നിട്ട് അങ്ങനെ ഒരു തിരിച്ചിറങ്ങി. അന്ന് രാത്രി ബേസ് ക്യാമ്പിലേക്ക് പോയിട്ട് പിറ്റേന്ന് വേദന സഹിക്കാൻ പറ്റാഞ്ഞിട്ട് തിരിച്ചിറങ്ങിക്കാണ്. ട്രക്ക് തുടങ്ങുമ്പോൾ അട്ടനെ പേടിച്ചിട്ട് അയ്യോ അട്ടാന്നൊക്കെ പറഞ്ഞിട്ട് തുടങ്ങിയതാണ്. പിന്നെ തേനീച്ചനെ കണ്ടപ്പം അട്ടല്ലേ പാവം കയറിക്കോട്ടെ എന്നുള്ള അവസ്ഥയായി. മുന്നേ പോയൊരു ടീം ആനനെയും കണ്ടെന്ന് പിന്നെ പറഞ്ഞിട്ടുണ്ടേനോ. ഭാഗ്യത്തിന് നമ്മളതൊന്നും കണ്ടിട്ടില്ല. അങ്ങനെ ബോണക്കാട് ഫോറസ്റ്റ് പിക്കറ്റ് സ്റ്റേഷനിൽ നിന്ന് 20 കിലോമീറ്ററോളം കാടും കുന്നും ഒക്കെ കയറി ഇറങ്ങി നമ്മൾ അതിരുമല ബേസ് ക്യാമ്പിൽ എത്തിയിട്ടോ. ഇങ്ങനെയാണ് ബേസ് ക്യാമ്പ് ഉണ്ടായിരുന്നത്. നമ്മളെ ഗേൾസിൻ്റെ സെക്ഷനിൽ ഫസ്റ്റ് എത്തിയത് ഞാനേന്. അപ്പം ഭയങ്കര ഇരുട്ടും പിന്നെ കാലൊക്കെ ക്ഷീണിച്ചിട്ട് എൻ്റെ അമ്മ ഫീൽ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. കാലൊന്നും ഭയങ്കര ശരീരം ചത്തിട്ടുണ്ടെങ്കിലും മനസ്സിന്